നിന്റെ ഹസ്ബൻഡ് എങ്ങാനും നമ്മളെ രണ്ടുപേരെയും പറ്റി അറിഞ്ഞാ നമ്മൾ എന്ത് ചെയ്യും? അപ്പം നിന്നാ പോരെ, കുഴിയണോ? സത്യം പറഞ്ഞ നിന്നെ കാണുമ്പോൾ ഇപ്പോഴും എൻ്റെ മനസ്സിൽ എന്തൊക്കെയോ തോന്നുന്നുണ്ട്. ഇതിപ്പോ എന്തു പറയാനാ തനു? നിന്നെ വിശ്വാസമുള്ളോണ്ടാ നിന്നോട് പറഞ്ഞേ. എന്റെ ജീവിതം നശിച്ചേടി. ദിവസം ഒറ്റയ്ക്ക് ഹോട്ടലിൽ വന്ന് ആരും കാണാതെ കള്ളന്മാരെ പോലെ കരണിനെ കണ്ടോണ്ടിരിക്കുക. എന്നിട്ട് പിന്നെ വീട്ടിലേക്ക് പോവും. ഐ എം സോറി, കുറച്ച് ലേറ്റ് ആയിപ്പോയി. അത് ശരി, എപ്പോഴെങ്കിലും സമയത്ത് വന്നിട്ടുണ്ടോ? എക്സസൈസ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അല്ല, നീ തന്നെയല്ലേ പറഞ്ഞേ നിനക്കെൻ്റെ ഫിറ്റ്നസ് ഭയങ്കര ഇഷ്ടമാണെന്ന്? അതൊക്കെയാണ്, പക്ഷെ ഒന്ന് സമയത്ത് വന്നാൽ കൊള്ളാം. എനിക്ക് ഇങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല. ഓക്കെ, കുഴപ്പമില്ല. ഇന്ന് നിന്റെ എല്ലാ പരാതിയും ഞാൻ മാറ്റിത്തരുന്നുണ്ട്. നിനക്ക് പേടിയൊന്നുമില്ലേ? എന്തിന്? നിന്റെ ഹസ്ബൻഡ് എങ്ങാനും നമ്മളെ രണ്ടുപേരെയും പറ്റി അറിഞ്ഞു കഴിഞ്ഞാൽ എന്താകും? ആ പേടിയുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ? നീ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ പറ്റണ്ടേ? അത് തന്നെയാണ് എൻ്റെയും പ്രശ്നം. നീ ഇല്ലാതെ പിടിച്ചു നിൽക്കാൻ എനിക്കും പറ്റുന്നില്ല. അതെ, നീ എന്താ നിന്റെ ഹസ്ബൻഡിനെ ഡിവോഴ്സ് ചെയ്യാത്തെ? ഡിവോഴ്സ് ചെയ്യാൻ പറ്റില്ല, എന്റെ അവസ്ഥ അതാ. എന്തവസ്ഥയാണെന്ന്? നീ അത് വിട്ടുകളാ. നിനക്ക് അപ്പം നിന്നാ പോരെ, കുഴിയണോ? ആ, അത് ശരിയാ. വെറുതെ കുഴി എണ്ണിട്ട് എന്തിനാ? ഓക്കെ മോളെ, ഇനി ഞാനത് ചോദിക്കില്ല. അപ്പോ ഞാൻ ഇറങ്ങുകയാണേ. ബൈ. ഹലോ. നിങ്ങളായിരുന്നോ? പറ. സർപ്രൈസ്. നിന്നെ ഞാൻ എത്ര മിസ് ചെയ്തെന്നറിയോ? കരൺ, ഇനി നമ്മൾ ഒരിക്കലും കാണില്ല. ഇത് നമ്മളുടെ അവസാന കൂടിക്കാഴ്ചയാ. ഇപ്പൊ എന്താ പറ്റിയത്? ഒരു മിനിറ്റ്, ഇനി നിന്റെ ഹസ്ബൻഡ് നമ്മൾ രണ്ടുപേരും പറ്റി അറിഞ്ഞോ? അതുകൊണ്ടാണോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല. എനിക്ക് ഈ റിലേഷൻ ബോറടിച്ചു. ഒരു മിനിറ്റ്, നീ ഇപ്പൊ എന്താ പറഞ്ഞേ? ബോറടിച്ചെന്നോ? ബോറടിച്ചല്ലേ? എനിക്കെല്ലാം മനസ്സിലായടി. ആദ്യം നീ എനിക്ക് വേണ്ടി നിന്റെ ഹസ്ബൻഡിനെ ഉപേക്ഷിച്ചു, ഇപ്പൊ ഏതൊരുത്തിനു വേണ്ടി എന്നെ ഉപേക്ഷിക്കുകയാണല്ലേ? അതെ, നീ എന്ത് വേണമെങ്കിലും വിചാരിച്ചോ. ഇനി എന്റെ പുറകെ വരാതിരുന്നാ മതി. ആഹാ, വളരെ നന്നായിട്ടുണ്ട്.
ബട്ട് നൗ യു വിൽ ഫേസ് ദ കോൺസിക്വൻസസ്. നിന്നെപ്പറ്റി ഞാൻ നിന്റെ ഭർത്താവിനോട് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എൻ്റെ പേര് കരൺ എന്നല്ല. കരൺ, എന്റെ ഭർത്താവിനോടൊന്നും പറയരുത്. ഗെറ്റ് ലോസ്റ്റ്. അത് ശരി. അപ്പോൾ അവളുടെ ഭർത്താവിൻ്റെ ഓഫീസ് സിവിൽ ലൈനിലാണല്ലേ, 7th floor അല്ലേ? ആ, വാട്ട്? അയാളുടെ പേരും കരൺ എന്നാണോ? അപ്പോൾ അതിൻ്റെ അർത്ഥം അവൾ ഒരേ സമയം 2 കരൺമാരെ ചതിക്കുകയായിരുന്നു അല്ലേ? മിസ്റ്റർ കരൺ, മിസ്റ്റർ കരൺ എവിടെയാ? നിങ്ങളെ കാണാൻ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. നിങ്ങളുടെ വൈഫ് മുസ്കാൻ നിങ്ങളെ ചതിക്കുകയാണെന്നുള്ള കാര്യം പറയാനാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. ഹലോ മിസ്റ്റർ കരൺ. കരൺ സാർ, സാറെന്താ ഇവിടെ? നിങ്ങളാരാ? നിങ്ങൾക്ക് എന്നെ അറിയാവോ? ആ സാർ, സാറിനെ എനിക്ക് നന്നായിട്ട് അറിയാം. സാറിന്റെ അസുഖമൊന്നും നന്നായിട്ട് മാറിയിട്ടില്ല. എൻ്റെ ഡോക്ടർ എന്നോട് പറഞ്ഞായിരുന്നു എൻ്റെ ഓർമ്മയ്ക്കൊക്കെ എന്തോ ഒരു പ്രശ്നമുണ്ടെന്ന്. സാറിന്റെ ഓർമ്മ ഓക്കെ ആയിരുന്നെങ്കിൽ ചിലപ്പോ സാറിനോട് ഞാൻ ഈ കാര്യം ഒരിക്കലും പറയില്ലായിരുന്നു. എന്താ? ഞാൻ സാറിന്റെ അസിസ്റ്റന്റ് ദിവ്യയാണ്. എനിക്ക് സാറിനെ ഒരുപാട് ഇഷ്ടമായിരുന്നു. പക്ഷേ സാറിന് എന്നോട് അങ്ങനൊരു താല്പര്യം ഇല്ലായിരുന്നു. തന്നെ പോലെ സുന്ദരിയായ ഒരു പെണ്ണിനോട് താല്പര്യം ഉണ്ടായില്ലെന്നോ? സത്യം പറയുകയാണെങ്കിൽ തന്നെ കാണുമ്പോ ഇപ്പൊ എനിക്ക് എന്തൊക്കെയോ തോന്നുക. ശരിക്കും എനിക്ക് തോന്നിയത് സാറിന്റെ ഭാര്യയല്ലാതെ വേറെ ആരും നോക്കുക പോലും ഇല്ലെന്നാ. You misunderstood me, miss. I want your kiss. ഒരു സെക്കൻഡ്. വാതില്. അല്ല, എനിക്കിപ്പോഴും ഒരു കാര്യം മനസ്സിലായിട്ടില്ല. ഞാൻ നിന്നെപ്പോലെ സുന്ദരിയായ ഒരു പെണ്ണിനെ എന്തിനാ ഇഗ്നോർ ചെയ്തതെന്ന്. ഞാൻ സാറിനെ എത്ര നാളായിട്ട് നോക്കുന്നുണ്ട്. എന്തൊക്കെ ചെയ്തിട്ടും സാറിനെ ഇഗ്നോർ ചെയ്യായിരുന്നു. ഡോണ്ട് വറി, ഇന്ന് അതിനെല്ലാം ഞാൻ പ്രായശ്ചിത്തം ചെയ്തേക്കാം. സാർ ഇത് കണ്ടോ? ഇവിടെ മുഴുവൻ സാറിന്റെ ഫോട്ടോയെ വെച്ചേക്കുന്നേ. ഇപ്പൊ എന്തെങ്കിലും ഓർമ്മ വന്നോ? ഇത് ശരിക്കും എന്റെ ഫോട്ടോ തന്നെയാണല്ലോ. ഞാനെങ്ങനെ ഇവിടെ വന്നത്? എന്റെ കാർ ആക്സിഡന്റ് ആയിരുന്നു. എനിക്കെല്ലാം ഓർമ്മ വരുന്നുണ്ട്. മുസ്കാന്റെ ഹസ്ബൻഡിന്റെ പേര് കരൺ നായത്, എന്റെ പേര് കരൺ നായതുകൊണ്ടാണ്. അതിന്റെ അർത്ഥം ഞാൻ തന്നെ അവളുടെ ഭർത്താവ്. അവൾ എന്റെ ഭാര്യയാണ്. ഞാൻ വിചാരിച്ച അവൾ മരിച്ചുപോയെന്നാണ്. പക്ഷെ അവൾ ജീവനോടെയുണ്ട്. പിന്നെ ഈ പിക്ചേഴ്സ് ഇതെല്ലാം എന്റേതാണ്. ഇത് എന്റെ ഓഫീസാണ്. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായില്ല. ഈ മുസ്കാൻ എന്തിനാണ് എന്നെ ആരും കാണാതെ ഒളിച്ചു കണ്ടോണ്ടിരുന്നത്? അതിന് പിന്നിൽ എന്തോ ഒരു കാരണമുണ്ട്. ആ കാരണം മുസ്കാന് മാത്രമേ അറിയുണ്ടാവുള്ളൂ. അവളോട് തന്നെ ചോദിക്കണം. സാർ, ശരിക്കും സാറിന് എല്ലാം ഓർമ്മ വന്നു? എനിക്കെല്ലാം ഓർമ്മ വന്നു. അതെ, നിന്റെ പേര് ദിവ്യ ശർമ്മ എന്നാണ്. നീ എൻ്റെ അസിസ്റ്റന്റ് ആണ്. ഐ എം സോറി, നമ്മൾ തമ്മിലിപ്പം നടന്നതൊക്കെ ഒരിക്കലും നടക്കാൻ പാടില്ലാത്തായിരുന്നു. നീ മറന്നുകളാ. ഐ എം സോറി ദിവ്യ. ഞാനിപ്പോ മുസ്കാന്റെ അടുത്തേക്ക് പോവാ. മുസ്കാൻ, മുസ്കാൻ, മുസ്കാൻ ലിസൺ. നിങ്ങളോട് ഞാൻ പറഞ്ഞല്ലേ ഇനി എന്നെ കാണരുതെന്ന്. പിന്നെ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നത്? മുസ്കാൻ, എനിക്കെന്റെ ഓർമ്മ തിരിച്ചു കിട്ടി. നീ എൻ്റെ ഭാര്യയാണെന്നുള്ള കാര്യം എനിക്കിപ്പോൾ മനസ്സിലായി.
അപ്പോൾ എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ പോലുള്ള അനുവാദമില്ലേ? വാവ്, അപ്പം അതിൻ്റെ അർത്ഥം നമ്മൾ കഷ്ടപ്പെട്ടതിനൊക്കെ ഫലം ഉണ്ടായല്ലേ? താങ്ക് യു. പക്ഷെ എനിക്കൊരു കാര്യം മാത്രം മനസ്സിലായില്ല. നീ എന്താ ഇങ്ങനെ ആരും അറിയാണ്ട് എന്നെ ഹോട്ടലിൽ വെച്ച് ഒളിച്ച് കണ്ടുകൊണ്ടിരുന്നത്? ഡോക്ടേഴ്സ് പറഞ്ഞിട്ടാണ് ഞാൻ നിങ്ങളോട് റിലേഷൻ ഉണ്ടാക്കിയെടുത്തത്. അവരെന്താ പറഞ്ഞതെന്ന് വെച്ചാൽ നിന്നെ നിന്റെ പാസ്റ്റ് ലൈഫായിട്ടൊരു കണക്ഷൻ ഉണ്ടാക്കിയെടുത്താൽ ചിലപ്പോൾ നിന്റെ ഓർമ്മശക്തി തിരിച്ചു കിട്ടുമെന്നാ. നിന്നോട് കുറച്ച് അകലം പാലിക്കണമെന്നും അവരെന്നോട് പറഞ്ഞായിരുന്നു. നിന്നോട് എന്തെങ്കിലും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നിന്റെ സബ് കോൺഷ്യസ് മൈൻഡ് ആക്റ്റീവ് ആവില്ലെന്നാ. സത്യം പറഞ്ഞാൽ നിന്റെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് വീട്ടിൽ നിന്ന് അകറ്റി നിർത്തിയത്. മുസ്കാൻ, ഐ ലവ് യു. ഞാൻ മുസ്കാനല്ല, ഖുഷിയാണ്, മുസ്കാൻ്റെ ഇരട്ട സഹോദരി. വാട്ട്? നീ മുസ്കാൻ്റെ ഇരട്ട സഹോദരിയാണെന്നോ? പക്ഷേ നിന്നെപ്പറ്റി മുസ്കാൻ ഒരിക്കലും എന്നോടൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഒന്നും പറഞ്ഞിട്ടുണ്ടാവില്ല. അന്ന് ആക്സിഡന്റ് നടന്നില്ലേ, അപ്പോൾ നീ രക്ഷപ്പെട്ടു. പക്ഷേ മുസ്കാൻ മരിച്ചുപോയി. മരിച്ചുപോയവരെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റില്ലല്ലോ. നിന്നെ പഴയ പോലെ ആക്കാൻ വേണ്ടി ഡോക്ടർ പറഞ്ഞ പോലെ മുസ്കാനായിട്ട് അഭിനയിക്കേണ്ടി വന്നു. നിനക്ക് നിന്റെ ഓർമ്മ തിരിച്ചിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോ മുസ്കാൻ ഇപ്പോൾ ഈ ലോകത്തിലില്ല അല്ലേ? ഇല്ല. പക്ഷേ എനിക്ക് നല്ല സന്തോഷമുണ്ട്. നീ ഇപ്പോൾ ഓക്കെ ആയില്ലേ? എൻ്റെ ജോലി കഴിഞ്ഞു, ഇനി ഞാൻ പോവുക. ഓൾ ദി ബെസ്റ്റ്. പോകരുത് പ്ലീസ്. നോക്ക്, ഇപ്പോൾ നീ തന്നെയാണ് എൻ്റെ മുസ്കാൻ. സത്യം പറഞ്ഞ് ഇപ്പോൾ എൻ്റെ എല്ലാ സന്തോഷവും നീ തന്നെയാണ്. നീ പോവരുത് പ്ലീസ്. നീ പോവരുത് പ്ലീസ്. പ്ലീസ് പോവരുത്. എനിക്കൊരു കാര്യം പറയാനുണ്ട്. ആ പറയ്. പക്ഷേ അത് സ്വകാര്യമാ. റിയലി? ഓ, നീ കരണ്ട കാര്യത്തിൽ കുറച്ചധികം ഇമോഷണൽ ആവുന്നുണ്ടാവും. കരണ്ട കമ്പനി മൊത്തം ഇനി എൻ്റെ പേരിൽ വരാൻ പോവാ. ഇനി അവൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടാവില്ല. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടന്നില്ല. അതുകൊണ്ട് തന്നെ ഞാൻ അവൻ്റെ ട്രീറ്റ്മെൻറ്റ് നിർത്തണമെന്ന് തീരുമാനിച്ചത്. അവൻ ഒരിക്കലും ശരിയാവരുത്. അതുകൊണ്ടാണ് ഞാൻ നിന്നോട് പറഞ്ഞത് ഇനി അവനെ കാണരുതെന്ന്. പക്ഷെ അത് വിപരീത ഫലം ഉണ്ടാക്കിയത്. അവൻ ഓക്കെ, അവനെല്ലാം ഓർമ്മ വന്നു. പക്ഷെ കുഴപ്പമില്ലെന്നേ, എൻ്റെ അടുത്ത് വേറെ വഴികളൊക്കെ ഉണ്ട്. എൻ്റെ അടുത്തുനിന്ന് നിനക്കിപ്പോൾ എന്താ വേണ്ടേ? എനിക്ക് വേണ്ടതോ? എനിക്ക് വേണ്ടത് ഒരു പുരുഷന് ഒരു സ്ത്രീന്ന് വേണ്ടതൊക്കെ തന്നെയാണ്. സത്യം പറഞ്ഞാൽ എൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞതാ. പക്ഷെ എന്താണെന്നറിയില്ല, നിന്നെ എനിക്കിഷ്ടം. നീ എന്നെ സന്തോഷപ്പെടുത്തിയ പിന്നെ നീ നിന്റെ ജീവിതത്തിൽ ഒന്നിനും വേണ്ടി കഷ്ടപ്പെടേണ്ടി വരും. ഞാൻ കണ്ട ചന്ത പെണ്ണുങ്ങളെ പോലാണെന്നാണോ നീ കരുതിയേ? ഞാൻ ഈ ചെയ്തതൊക്കെ എൻ്റെ ചേച്ചിയുടെ ഭർത്താവിന് വേണ്ടിയിട്ടാ. ഒരു പരപുരുഷന്റെ മുന്നിൽ ഒരു തവണ തുണി ഉരിഞ്ഞ പെണ്ണിനെ പിന്നെ വേറെ പേരില അറിയപ്പെടുന്നത്. അതുകൊണ്ട് നീ ഇങ്ങനെ പതിവ്രത ചമയേണ്ട കാര്യമൊന്നുമില്ല. നീ ചിന്താഗതി മാറ്റി പിടിക്കുക. ചേഞ്ച് ഇറ്റ്. പണത്തിന് വേണ്ടി ഞാൻ എന്തും ചേഞ്ച് ചെയ്യാൻ തയ്യാറാ. പക്ഷെ ഫ്രീ ആയിട്ടൊന്നും നടക്കാൻ പോകുന്നില്ല. എനിക്ക് ആദ്യം എന്തെങ്കിലും കിട്ടണം. സമ്മതിച്ചു. നിനക്ക് എന്താ വേണ്ടെന്ന് പറയുന്നേ. ഒരു കാര്യം എനിക്ക് ഉറപ്പാ, എനിക്ക് ആവശ്യമുള്ളത് എൻ്റെ കൺമുന്നിൽ തന്നെ ഇരിക്കല്ലേ. അതെപ്പോഴായിരുന്നാലും എനിക്ക് കിട്ടിയിരിക്കും. എനിക്ക് ഒരു തിരക്കുമില്ല. ആള് സ്മാർട്ടാണല്ലോ. ആ കരണ്ട് ഓർമ്മശക്തി തിരിച്ചിട്ടിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ മറ്റൊരു പ്ലാൻ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം അതിൽ എനിക്ക് നിന്റെ സഹായം ആവശ്യമായിട്ട് വരും. താങ്ക് യു. പിന്നെ നീ ഇപ്പോൾ എൻ്റെ ഓർമ്മ തിരിച്ചു കിട്ടാൻ ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചതല്ലേ? അതിന് പകരം ഞാൻ എന്താ ചെയ്തു തരേണ്ടേ? ഒന്നും വേണ്ട. നിന്റെ അസുഖം മാറിയത് തന്നെ എനിക്ക് നല്ല സന്തോഷമാണ്. അതിൽ കൂടുതൽ എനിക്കൊന്നും വേണ്ട. എങ്കിൽ പിന്നെ ഈ ഡ്രിങ്ക് നമ്മുടെ പുതിയ ജീവിതത്തിൻ്റെ തുടക്കമാവട്ടെ. ശരി. ചിയേഴ്സ്. നീ എൻ്റെ ഡ്രിങ്കിൽ എന്താ മിക്സ് ചെയ്തത്? നീ എന്തിനാ എന്നെ ഇങ്ങനെ ചതിച്ചത്? അപ്പോൾ അത് കഴിഞ്ഞു റോഷൻ. കൺഗ്രാജുലേഷൻ റോഷൻ. ഇനി കരണ്ട സർവ്വ സ്വത്തുക്കളും എന്റെ പേരിലായിരിക്കും. എന്റെ കാര്യോ? നിന്റെ കാര്യോ? നീ ഇനി എന്റെ വെറും വെപ്പാട്ടി. ഐ എം സോറി. നിനക്ക് ഇതിലും നല്ലൊരു പൊസിഷൻ തരാൻ എനിക്ക് പറ്റില്ല. നീ ആരാടാ എനിക്ക് സ്ഥാനം തരാൻ? നിന്റെ സ്ഥാനം എന്താണെന്ന് ഞാൻ നിനക്ക് കാണിച്ചു തരാം. എന്താടി കാണിച്ചത്? നീ എന്റെ നേരെ കൈപോക്കല്ലേ? നിനക്ക് പണി തരാൻ എനിക്കൊരു മിനിറ്റ് പോലും വേണ്ട. സോ ഡോണ്ട് ബി ഓവർ സ്മാർട്ട്. ബെഡ്റൂമിലേക്ക് നടക്കടി. ഇനി നിനക്ക് ഡ്രസ്സൊന്നും വേണ്ട. നിനക്ക് എന്റെ വെപ്പാട്ടയാകാനുള്ള യോഗ്യത ഉണ്ടെന്ന് നോക്കട്ടെടി പുന്നാരം മോളെ. എന്റെ സ്വത്ത് മുഴുവൻ നിനക്ക് വേണമല്ലടാ. പിന്നെ നീ എന്താ പറഞ്ഞേ? എന്റെ മുസ്കാനെ നീ വെപ്പാട്ടിയാക്കുമെന്നോ? മുസ്കാൻ? അതെ, മുസ്കാൻ. ഞാൻ മരിച്ചിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ഖുഷിയെന്ന പേരിൽ ഇരട്ട സഹോദരിയില്ല. ഞാൻ മരിച്ചതായിട്ട് അഭിനയിക്കുമായിരുന്നു. എനിക്ക് മനസ്സിലായിരുന്നു നീ ഞങ്ങളുടെ സ്വത്ത് സ്വന്തമാക്കാൻ നടക്കുവന്ന്. കാർ ആക്സിഡന്റിന് പിന്നിലെ നീ തന്നെ ആയിരുന്നില്ലേ? ഇതിനൊക്കെ വല്ല തെളിവുണ്ടോ? അതോർത്ത് വിഷമിക്കണ്ട. ഞങ്ങൾ ഈ കളിച്ച നാടകം തെളിവുകൾ ഉണ്ടാക്കാൻ തന്നെ ആയിരുന്നു. പിന്നെ നിനക്കെതിരെയുള്ള തെളിവുകളെല്ലാം ഞങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ പോലീസിനെ കൊടുത്തിട്ടുണ്ട്. അവരിപ്പോൾ എത്തും നിന്നെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോവാൻ. നീ എങ്ങോട്ടാണ് ഈ ഓടുന്നേ? നീ എന്റെ കൂട്ടുകാരനാണെന്ന് ഞാൻ കരുതിയത്. എന്റെ കമ്പനിയിൽ ഞാൻ നിനക്ക് 2ാം സ്ഥാനം തന്നു. എന്നിട്ട് നീ എന്നെ ചതിച്ചല്ലേ? ചതിക്കാൻ നോക്കിയല്ലേ? എഴുന്നേക്കടാ. എഴുന്നേറ്റ് നേരെ നിക്കടാ. ദാ പിടിക്ക സാർ. യു ആർ അണ്ടർ അറസ്റ്റ്. നടക്കടോ. ഇനി നമുക്ക് ആരെയും പേടിക്കാതെ ഒന്ന് സ്നേഹിക്കാം. അപ്പോ അകത്തേക്ക് പോയാലോ? പക്ഷേ നമ്മൾ ആരും അറിയാതെ ഹോട്ടലിൽ വെച്ച് ചെയ്യില്ലായിരുന്നോ? അതിന്റെ ഒരു ത്രില്ലില്ല. ഐ സീ. എങ്കിൽ അങ്ങോട്ട് പോയാലോ?
എന്തു പറ്റി? നീ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നേ? നിന്റെ ഭർത്താവ് എന്നെ കണ്ടു. എങ്കിൽ കാണട്ടെന്നേ. നിനക്ക് നിന്റെ ഭർത്താവിനെ പേടിയില്ലേ? ഇല്ല.